ജീവൻ വച്ചിടും രക്ഷകനാം അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാം അന്ത്യശ്വാസം വരെയും ജീവനെ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാനെത്തിടുമ്പോൾ എന്നെ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാനെത്തിടുമ്പോൾ സുഖപരുങ്ങിൻ കടത്തീരത്ത് യേശുവിൻ പൊന്മുഖം മുത്തിടും ഞാൻ യാത്ര ചെയ്യും ഞാൻ കുരിശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ വച്ചിടും രക്ഷകനാം അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാം അന്ത്യശ്വാസം വരെയും ലോകത്തിൻ യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ വച്ചിടും രക്ഷകനാം അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാം അന്ത്യശ്വാസം വരെയും ലോകം ത്യജിച്ചതാം സിദ്ധന്മാരും ധർമ്മജോതി സംഭൂതന്മാരും ലോകം ത്യജിച്ചതാം സിദ്ധന്മാരും ധർമ്മജോതി സംഭൂതന്മാരും രക്തസാക്ഷികളാം സ്നേഹിതരും സ്വാഗതം ചെയ്യും മഹത്സവത്തിൽ യാത്ര ചെയ്യും ഞാൻ കുരിശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ വച്ചിടും രക്ഷകനാം അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാം അന്ത്യശ്വാസം വരെയും മാനവും ശക്തിയും യോഗ്യതയും എന്നോവിരിപ്പുറം കുഞ്ഞാടിനു മാനവും ശക്തിയും യോഗ്യതയും എന്നോവിരിപ്പുറം കുഞ്ഞാടിനു യോഗ്യം ലഭിക്കട്ടെ എന്നുമെന്നും ഭാഗ്യം ഭാവിക്കട്ടെ സാധുവിനും യാത്ര ചെയ്യും ഞാൻ കുരിശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ വച്ചിടും രക്ഷകനാം അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാം അന്ത്യശ്വാസം വരെയും സങ്കീർത്തനത്തിന്റെ ചില വാക്യങ്ങൾ
അന്തരംഗവുമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ ഉപകാരങ്ങളൊന്നും മറക്കുക. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അറിയിക്കുന്നു. നിന്റെ യൗവനം കഴുകിനെ പോലെ പുതി വരുത്തക്കോണം. അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തും. അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയവുള്ളവൻ തന്നെ. എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തോളം നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തോളം നമ്മോട് പകരം ചെയ്യുന്ന വേർതിരിക്കുന്ന പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരുടെ വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ല് പോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. പാട്ട് അവനങ്ങൾ 222. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്തുണേ. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്തുണയോ. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്തുണയോ.
നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോഴത്തെ ദൈവത്തെ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കാതെ തന്നെ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞാൻ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോട് ഇരുന്നിട്ടും നീ എന്നെ അറിഞ്ഞിരുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിനും പിതാവ് എന്നിലാവുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിനും പിതാവിനും എന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവർത്തികൊണ്ട് എന്നെ വിശ്വസിപ്പീൻ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുകയും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിന് വലിയ ഞാൻ ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുകയും പിതാവ് പുത്രനിൽ മാത്രമേ ഞാൻ ചെയ്തുതരും. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തുതരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാതിരുന്നാൽ അതിനെ അവന് വിളിക്കാൻ കഴിയില്ല. നിങ്ങളോ
അവൻ നിങ്ങളോട് വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്തുകൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. നമുക്ക് സുപരിചിതനായിട്ടുള്ള മർക്കോസ് ഉപദേശി സൈക്കിൾ ഉപദേശിന്റെ പേരിൽ കുഞ്ഞുങ്ങളുടെ ഇടയിൽ മുട്ടായി ഉപദേശിന്റെ പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള മർക്കോസ് ഉപദേശി അല്പം സംസാരിച്ചു. ദൈവത്തിന് മഹത്വം. പ്രിയപിതാവ് വിളിച്ചു വരുത്തി വന്നും പോയി നിൽക്കുന്ന എല്ലാവർക്കും സ്നേഹബന്ധനവും അതിന്റെ കൂടെയുണ്ട്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇടപഴകുന്നു. ഒത്തിരി പറയാൻ വലിയ സന്തോഷമുണ്ട്. അമേരിക്കന്റെ പണിയുടെ കാര്യം അതിനെ സംബന്ധിച്ച് ചെല്ലുമ്പോഴൊക്കെയും പ്രാർത്ഥിച്ച ഒരു വീടാണ്. ഇന്ന് ഇങ്ങനെയാണുള്ളത് അറിഞ്ഞില്ല. അറിയട്ടെ, ഏത് മനുഷ്യനെ വളർത്തിരുന്നാലും ഒരു ശ്വാസം തന്നെയാണ് എടുക്കുന്നു. യഹോവ അയക്കുന്നു, യഹോവ വിളിക്കുന്നു. കഴിഞ്ഞ മാസത്തിൽ എന്റെ സ്വന്തം പെങ്ങളും പാപ്പന്റെ കോളാറുകൊണ്ട് എന്റെ പെങ്ങൾ 85. പിന്നെ അപ്പനും അമ്മയും ചേട്ടന്മാരൊക്കെ പോയി. അത് ഈ ലോകം അങ്ങനെ ഭൂമി ജനിച്ചാൽ മരിക്കും നിശ്ചയം. ആ സമയം നിശ്ചയമില്ല, പ്രായം നിശ്ചയമില്ല. ഇതുപോലെ സ്വാഭാവികമാണോ, അപകടമാണോ, എത്തിക്കൊല്ലുകയാണോ, ബോംബ് വിട്ടുകയാണോ, പ്ലെയിൻ തകരുകയാണോ, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത് ഭക്തന്മാരുടെ മരണം അദ്ദേഹം വിലയിരുന്നത്. അപ്പൊ ദൈവത്തിന് വിലയുള്ളതൊന്ന് കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ ഭൂമിയിലും അനുഗ്രഹമാണ്. അന്ന് ചെന്ന് കഴിയുമ്പോൾ സ്വർഗത്തിലെ അപ്പച്ചൻ വിളിക്കുന്ന ഒരു ശബ്ദമുണ്ട്, എന്റെ ദാസനെ, എന്റെ ദാസി. എന്താ? അനുസരിച്ചവർക്ക് വേണ്ടി ഒരുക്കുന്നതായ ക്രമീകരണം അങ്ങനെയാണ്. ആ നിലയിൽ നമുക്ക് ലഭിക്കുന്ന സമയവും തക്കത്തിൽ ഉപയോഗിച്ച് ദൈവത്തിനും മനുഷ്യർക്കും പ്രസാദവും പ്രയോജനവും പ്രീതി ഉള്ള ജീവിതം. ഞാൻ കോട്ടൂർ കവിയൂർ തിരുവല്ല എന്ന് പറയുമ്പോൾ എന്റെ സ്വന്തം ദേശമാണ്. ആ നാട് വിട്ട് കട്ടപ്പടിക്കുക. അതുകൊണ്ട് അവിടെ മൂന്നാമത്തെ ദൈവദാസൻ പറഞ്ഞ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ദൈവം പറയുന്നു സ്വന്തം നാട്ടിൽ പോയി പാർക്കണം. അങ്ങനെ ദേശത്ത് പാർക്ക് വിശ്വസ്തയായിരിക്കും. 73 പൂവക്കാര ദേശത്ത് ഭാര്യ വീട്ടിൽ. അതിന്റെ കിഴക്കേ മല, ഇടവന മല, അതിന്റെ കിഴക്കുവശം കുന്നരം, വടക്കുവശം മുണ്ടിപ്പിടിക്കും. പറഞ്ഞത് സ്വന്തം ദേശത്ത് വേറെ സ്വർഗത്തിലെ അപ്പച്ചൻ മർക്കോസാകുന്ന ഞാൻ എന്റെ ജീവന്റെ ഉടമസ്ഥനായ ആളുടെ കാര്യം പറഞ്ഞേ. നമ്മുടെ എല്ലാവരുടെയും ജീവന്റെ ഉടമസ്ഥനായ സ്വർഗസ്ഥനായ പിതാവ് പറയുന്നത് അവരവരുടെ ദേശത്ത് പാർത്ത വിശ്വസ്തനായ നിങ്ങളുടെ ജീവന്റെ ഉടമസ്ഥനെ ഉയർത്തണം. കുടുംബജീവിതക്കാർ പ്രത്യേകിച്ച് എനിക്ക് 7 കൊച്ചുമക്കളെ ദൈവം തന്നു. ഇനി പിന്നെയും തരാനുള്ള സാധ്യതയുണ്ട്. ഈ ആണ്ടിന്റെ 3-ാം മാസം ഇളയമൻ കല്യാണം കഴിച്ചത്. കർത്താവ് വരാൻ താമസമെങ്കിൽ പിന്നെയും വന്നുകൊണ്ടിരിക്കും. ഇതിയൊക്കെ നഴുവി അങ്ങനെ എന്റെ പെണ്ണുകൾ മനുഷ്യ പെട്ടി ഇതുപോലെയായിരുന്നു. ഇതിന്ന് മാറ്റാൻ തുടങ്ങിയ ഭയങ്കര കരുത്തിലായിരുന്നു പെൺമക്കളൊക്കെ. ഞാനവിടെ ചിരിച്ചുകൊണ്ടിരുന്നു. എന്റെ കണ്ണി മാറി മാറി തന്നെ നോക്കിയിട്ട് പെണ്ണുകളല്ലേ അന്ന് ഇത് മുഖത്തിന്റെ ഭാവമില്ലല്ലേ. അപ്പോൾ ബൈബിളിൽ ഞാൻ വായിച്ചു പഠിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണമെന്നാണ്. അപ്പൊ ജീവിച്ചാലും മരിച്ചാലും കർത്താവിൽ സന്തോഷിക്കുക. ഞാൻ കഴിഞ്ഞ വർഷം ആശുപത്രി കിടന്നതാ ഉപ്പേരി ആദ്യമായിട്ട്. കണ്ടവരൊക്കെ ചോദിച്ചു, യൂട്ടൊരു കാല് മുഴുവൻ മുറിഞ്ഞ് പഴുത്ത് കിട്ടിയിരുന്നത് എങ്ങനെ ഈ സന്തോഷമില്ല. ഞാൻ പറഞ്ഞു കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണമെന്ന്. കഷ്ടങ്ങളിലേക്ക് അടുത്തതുണ്ട്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സമയം തർക്കത്തിൽ ഉപയോഗിച്ച് ഇന്നലേക്കാൾ ഇന്ന് പ്രിയന്റെ നാടോട് അടുക്കാനായിട്ട് ആയുസ് നീട്ടി തന്നത് തക്കത്തിൽ ഉപയോഗിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നു. സൗകര്യവാസിനോടെ ജീവിതം കാഴ്ചവെക്കുക ദിവസകായികതി ഭവനമായുള്ള ബന്ധം വലിയ ബന്ധമാണ്. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. പിന്നെയും അവസരം കർത്താവിലൂടെയൊക്കെ വരാനും കാണാനും ദൈവനാമത്തിന്റെ മഹത്വത്തിനായി തിരച്ചിലായി ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുക. സർവാശ്വാസങ്ങളുടെ ഉറവിടമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുമുഖത്ത് നോക്കുവാൻ ഞങ്ങൾക്ക് അവസരം തന്നു. ആകാശത്തിന്റെ ഭൂമിയുള്ളവയെ അവിടുന്ന് കുനിഞ്ഞു നോക്കുന്നു എന്ന് ഞങ്ങളുടെ സങ്കീർത്തനത്തിൽ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ അവിടുത്തെ നോട്ടവും ഞങ്ങളുടെ നോട്ടവും എന്ന മധ്യേ അവിടുത്തെ സാന്നിധ്യം വെളിപ്പെട്ട എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായിരുന്നു. തമ്മിൽ പറഞ്ഞ ദൈവത്തിന് മഹത്വം കയറ്റുവാൻ അവിടുത്തെ മക്കളും പെൺമക്കളുമായി ഞങ്ങളെ എല്ലാവരെയും ഒരുക്കിക്കാട്ടെ. നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കുമായി സഭയ്ക്കായി എല്ലാം നന്ദി. ഈ അവസരം തന്നതിനാൽ സ്തോത്രം. മാനവും മഹത്വം അങ്ങേക്കിരിക്കട്ടെ. യേശു ക്രിസ്തുവിൽ തന്നെയുള്ള നാം പ്രതീക്ഷിക്കുന്നത് കേൾക്കുമാറാകണമേ. ഭവനകാരികൾ 147 സിയോൻ യാത്ര എഴുതിയിൽ മനമേ എന്നുള്ള പാട്ട് പാടി.
സിയോൻ യാത്രയിൽ മനമേ ഭയമൊന്നും വേണ്ടിയോ. സിയോൻ യാത്രയിൽ മനമേ ഭയമൊന്നും വേണ്ടിയോ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ. സിയോൻ യാത്രയിൽ മനമേ ഭയമൊന്നും വേണ്ടിയോ. സിയോൻ യാത്രയിൽ മനമേ ഭയമൊന്നും വേണ്ടിയോ. ലോകത്തിന്റെ ഒരു ഘോഷണം തോന്നിയാലോ. ദൈവത്തിന്റെ എന്നും ചേർന്നമായി മാറിയിരുന്നു. ലോകത്തിന്റെ ഒരു ഘോഷണം തോന്നിയാലോ. ദൈവത്തിന്റെ എന്നും ചേർന്നമായി മാറിയിരുന്നു. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ. സിയോൻ യാത്രയിൽ മനമേ ഭയമൊന്നും വേണ്ടിയോ. സിയോൻ യാത്രയിൽ മനമേ ഭയമൊന്നും വേണ്ടിയോ. മനുഷ്യരിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമോ. ദൈവത്തിലാശ്രയമോ അതൊന്നായി എനിക്കവയോ. മനുഷ്യരിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമോ. ദൈവത്തിലാശ്രയമോ അതൊന്നായി എനിക്കവയോ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ. സിയോൻ യാത്രയിൽ മനമേ ഭയമൊന്നും വേണ്ടിയോ. സിയോൻ യാത്രയിൽ മനമേ ഭയമൊന്നും വേണ്ടിയോ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രിയ ഭവനത്തില് ഞങ്ങൾക്ക് ഓതറ എബനേസർ ഇടവകയുടെ പ്രതിനിധികളായിട്ട്, അതിന്റെ ഒരു സൺഡേ സ്കൂളിന്റെ പ്രതിനിധികളായിട്ട് കടന്നു വരുവാനും ഈ പ്രിയ കുടുംബത്തിന്റെ വേർപാടിന്റെ ദുഃഖത്തില് പങ്കുചേരുവാനും ദൈവം അവസരം തന്നു. പ്രിയപ്പെട്ട പിതാവിനെ കുറിച്ച് ഞങ്ങൾ വളരെ കേട്ടു. ഞങ്ങൾ തമ്മിൽ നേരിട്ട് വലിയ പരിചയമില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വളരെ ഫലപ്രദമായ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ അഭിമാനിക്കുകയാണ്. ദൈവസന്നിധിയിൽ അത് ഒരു മഹത്വകരമായ കാര്യമായി എടുത്തു പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെടുന്നത് ഇവിടുത്തെ 2 കൊച്ചുമക്കൾ ഞങ്ങളുടെ സ്റ്റുഡൻസാണ് സൺഡേ സ്കൂളിൽ. ഞങ്ങളുടെ അഭിമാനമാണ്. അവർ രണ്ടുപേരും ഇവിടെയുണ്ട്, മോൻ ഇവിടെയുണ്ട്, മോള് അവിടെയുണ്ട്. ഇവർ രണ്ടുപേരും ഞങ്ങളുടെ സൺഡേ സ്കൂളിലെ ഏറ്റവും പ്രതിഭാശാലികളായ 2 കുട്ടികളാണ്. അവരുടെ അപ്പച്ചന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുവെങ്കിലും അവര് പ്രത്യാശയുള്ളവരാണ്. കാരണം ആ രീതിയിലാണ് അവർ വളർന്നു വരുന്നത്. ഈ ലോകത്തിലെ ജീവിതം അത് ഒരു ദിവസം അതിനൊരു അവസാനം ഉണ്ടെന്നുള്ള വളരെ ബോധ്യമുള്ള വ്യക്തികളാണ്. നമ്മൾ ഓരോരുത്തരും ആ ബോധ്യത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രത്യാശയോടുകൂടി ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞങ്ങളുടെ ബഥേൽ സൺഡേ സ്കൂളിന്റെ എല്ലാവിധമായിട്ടുള്ള അനുശോചനവും ഞങ്ങളുടെ ഈ കുടുംബത്തോടുള്ള ഞങ്ങളുടെ സ്നേഹവും
അവരുടെ ഈ പ്രത്യേക അവസരത്തിൽ വേർപാടിന്റെ അവസരത്തിലുള്ള ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. അതുപോലെ തന്നെ ആശ്വാസം നൽകുന്നതിനായ നമ്മുടെ കർത്താവ് ഈ കുടുംബത്തിന്, കുഞ്ഞുങ്ങൾക്ക്, ബന്ധുക്കൾക്ക് എല്ലാവർക്കും, ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സംസ്കരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നാമം ബോധപ്പെടുമാറാകട്ടെ. നല്ല ഓർമ്മ ഓട്ടം ധരിച്ചു പ്രവാസം കാത്തു നീതിയുടെ കിരീടം എനിക്ക് ചെയ്യാം. പ്രിയപ്പെട്ട സമയം സംബന്ധിച്ചിടത്തോളം ജാതിമത ഭേദമന്യേ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷയുള്ള ഒരു ഭക്തനായിരുന്നു. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തീയ ഐക്യ സുവിശേഷ പുരോഗമന പ്രസ്ഥാനത്തിന്റെ നടുച്ചുമലായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മോട് കടന്നുപോയത്. എല്ലാ പ്രദേശത്തിന്റെ കൂട്ടായ്മകള്, പരസ്യയോഗങ്ങള്, ചെറു ലഘുലേഖകള് ഒക്കെ കയറിയറിഞ്ഞ് കൊടുത്ത് അവിടെയൊക്കെ യേശുക്രിസ്തുവിനുള്ള സന്തോഷം കുടില് മുതൽ കൊട്ടാരം വരെ വിളിച്ചറിയിക്കുന്നവരാണ്. മേപ്രായുടെ പ്രദേശത്ത് പ്രിയപ്പെട്ട ദാസ പലപ്രാവശ്യം അവിടെ വരികയും പോയി ഐക്യപ്രസ്ഥാന കൂട്ടായ്മയുടെ ട്രഷറായി KM ചാണ്ടിയുടെ വീട്ടിലെ പോയിട്ട് 13 വർഷം അവരവർ ഒന്നിച്ച് പ്രവർത്തിച്ചു. എന്റെ ഈ ജീവിതത്തില് എന്റെ പേര് പോകാൻ വിജയനാണ്. ദൈവത്തെ കണ്ട് സന്തോഷിച്ചപ്പോൾ അവിടെ പ്രിയപ്പെട്ട ദാസൻ പറയും, നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ കാണുമ്പോഴാണ് കർത്താവിന് കൂടുതൽ സ്നേഹം, കർത്താവിന് കൂടുതൽ സന്തോഷം. ആ സന്തോഷമാണ് നിങ്ങളിലേക്ക് ഞങ്ങളും പകരുന്നത്. വ്യവസായമായി പോയി സുവിശേഷങ്ങളെ ചെയ്യുവാൻ എത്രയോ അനുഗ്രഹമാണെന്നറിയാം. ഏത് പ്രതികൂലങ്ങൾ വന്നാലും, ഏത് വേദനകൾ വന്നാലും, ഏത് പ്രയാസങ്ങൾ വന്നാലും, ഏത് പ്രതിസന്ധികളുടെ നടുവിൽ ചിരിച്ചുകൊണ്ട് സൗമ്യതയോട്, താഴ്മയോട്, സഹനത്തോടുകൂടെ പ്രവർത്തിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നീ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട സാർ. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വൈകിട്ടൂടെ വന്നു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചുറ്റുപാടുകളിലുള്ള എല്ലാവരുടെയും ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ്. യോശുവ പറഞ്ഞു, ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ ആരാധിച്ച് മഹത്വപ്പെടുത്തിയ ദൈവത്തോട് ചേർന്ന് ജീവിക്കും. ആ വലിയ സന്തോഷം പ്രിയപ്പെട്ട മക്കളിലുമുണ്ട്. കഷ്ടനഷ്ട ശോധനയിൽ പൊന്മുഖം നേരിൽ കണ്ട് വളർത്തിയ കുഞ്ഞുങ്ങൾ, കൊച്ചുമക്കൾ, അവരുടെ വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്. തന്റെ ദാസനെ ഈ ലോകം വിട്ട് കടന്നുപോയി. നല്ലവരും വിശ്വസ്തനുമാകുന്ന ദാസനെ നീ എന്റെ സ്വസ്ഥതയിലേക്ക് വരിക എന്ന് പറയും. ഈ ലോകപരമാകുന്ന ബന്ധപ്പാടുകളും തട്ടപ്പാടുകളും എല്ലാം മാറി വിശ്രമിക്കുകയാണ് പ്രിയപ്പെട്ട ദാസൻ. ഈ കാഴ്ചവെടുകളെ പിന്തുടർന്നുകൊണ്ട് മക്കളും കൊച്ചുമക്കളും ഇവിടെ ജീവനോടെ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരു വലിയ മാതൃക കാണിച്ചു വന്നിരിക്കുക. ബഹുമാനത്തോളം ഇരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമാണ്. തന്റെ ഭക്തന്മാരുടെ മരണമോ യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ഈ ഭക്തൻ ദൈവസന്നിധി ചെന്നിട്ടുണ്ട്. നമ്മളൊരു ഭക്തനായി ജീവിച്ച് ഭക്തനായി മരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സദാ വിളിക്കുക. അതുകൊണ്ട് ഇതാ സുപ്രധാന കാലം, ഇതാ രക്ഷാ ദിവസം. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തെ വിശ്വസിച്ച് സുവിശേഷത്തിനായി പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കും. ഈ പ്രിയപ്പെട്ട ദാസന്റെ വേർപാടിന്റെ ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളോടും കൊച്ചുമക്കളോടും കർത്താവിന്റെ ദിവ്യമായ സമാധാനം നൽകട്ടെ, എല്ലാവരും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധമാകുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ വേർപാട് ഞങ്ങൾക്ക് ദുഃഖവും വേദനയും പ്രയാസമുണ്ടെങ്കിലും നിന്നിലുള്ള ലാഭമാണ്. ഈ മരണം വെറും ശേഖരമെന്ന് എണ്ണിക്കൊണ്ട് ദൈവത്തിന്റെ സന്നിധി ലാഭകരമായ നിത്യതയുടെ സന്തോഷം തന്റെ ദാസൻ കാണിച്ചു തന്നതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നവർക്കായി. പ്രിയപ്പെട്ട ദാസന്റെ ജീവിതത്തെ ഓർത്ത് ധന്യമായി
നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മക്കളെയും കൊച്ചുമക്കളെയും മണാം പ്രതി എന്റെ അപ്പച്ചന്റെ ദൈവം എന്റെ ദൈവമെന്ന് പറഞ്ഞുകൊണ്ട്, എന്റെ അമ്മച്ചിയുടെ ദൈവം എന്റെ ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ഈ വലിയ ദൗത്യം ഏറ്റെടുക്കുവാൻ ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അച്ഛന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയുടെ സന്തോഷത്തോടെ അനുഗ്രഹിക്കപ്പെട്ട യാത്ര നയിക്കുവാൻ നല്ല കാലാവസ്ഥയൊക്കെ തന്ന് നീ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കിട്ടുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ കൈയം ചാണ്ടി റീതർക്കുന്നതായിരിക്കും. വൃത്തിയായിട്ട് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മളാദ്യം കൂട്ടുമുട്ടുമ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിന്റെ ചരിത്രങ്ങളൊക്കെ ഓരോന്നും പറയുണ്ടായിരുന്നു. നോട്ടീസൊക്കെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നടന്ന് ഓടി എന്നെ കൊണ്ടുകെട്ടിക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടെ മുഖ്യമായിട്ടുള്ള താക്കോലും താഴും എന്ന് മാത്രമേ എനിക്ക് പറയാറുള്ളൂ. അദ്ദേഹത്തിന്റെ അതായത് മരണം എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. ചിലപ്പോൾ ഞങ്ങൾ തമാശയിൽ പറയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരും എന്റെ ഭാര്യയുടെ പേരും ഒന്നാം തെറ്റി വിളിച്ച് കളയരുത് തമാശ പറയുന്നത്. എങ്കിലും ഇത്രയും പെട്ടെന്ന് ദാസന് ഈ ലോകത്തിൽ നിന്ന് വിട്ടുവരികയും സാറിന്റെ പ്രവർത്തനം വളരെ ആത്മാർത്ഥമായി കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം ഭവനത്തിലെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ദയവായിട്ട് ഇനിയും കാണുവാനുള്ളവര് ഈ ശുശ്രൂഷയ്ക്ക് ശേഷം മാത്രമേ അകത്തേക്ക് കടന്നു വരാവൂന്ന് ഓർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയുടെ സഹകരിക്കാൻ എല്ലാവരും ഓർപ്പിക്കും. പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. കൂലിയും താഴ്വരയും കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ, നിന്റെ വഴിയിൽ പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഞാൻ എന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ,
നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികൾ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോവുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. കർത്താവേ, ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും മഹത്വം നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ ഉണ്ണിപ്പാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയും സ്തോത്രം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. 90-ാം സങ്കീർത്തനം. കർത്താവേ, നീ തലമുറയായ ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മനുഷ്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേ എന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന അപ്പു പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അധികം വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ നിർമ്മിപോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം. ഏറെയായാലും നിന്റെ പ്രതാപം പ്രയാസം വേഗം തീരുകയും ഞാൻ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയും നിന്നെ ഭയപ്പെടുവാനൊക്കെ നിന്റെ ക്രോധയും എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നിയാൽ കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങളെ അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തികൾ അവർ മക്കൾക്ക് അതിന് മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ ഹോയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. തെസ്സലോനിക്കർ 4-ാം അധ്യായം 3 മുതൽ 18 വരെയുള്ള ദൈവവചനങ്ങൾ. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13 മുതൽ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കരുത്. നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിച്ചിരിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്ത് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും. നമുക്ക് പ്രാർത്ഥിക്കാം.
കരുണകളുടെ പിതാവും സകലാശ്വാസത്തിന്റെയും ദൈവമായുള്ളവേ, പുനരുത്ഥാനവും ജീവനുമായി ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവേ, അവൻ വിശ്വസിക്കുന്ന എല്ലാവരും മരിച്ചാലും ജീവിക്കും, ജീവിച്ചുള്ള വിശ്വസിക്കുന്ന ആരും എന്നേക്കുമായി മരിക്കുകയില്ലല്ലോ. അവൻ നിന്റെ ഉള്ളവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ ദുഃഖിക്കരുതെന്ന് നിന്റെ വിശുദ്ധ അപ്പോസ്തലനെ കൊണ്ട് ഞങ്ങൾ ഉപദേശിച്ചുവല്ലോ. നിന്റെ ജ്ഞാനത്തിലും സ്നേഹത്തിലും ഞങ്ങളുടെ പിതാവിനെ പാപവും പരീക്ഷയുള്ള ലോകത്തിൽ വെളിപ്പാട്ടിലും മനസ്സായിക്കൊണ്ട് ഞങ്ങൾ നിനക്ക് മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസന്റെ വേർപാടുകൾ ദുഃഖത്തിരിക്കുന്ന മക്കളെ കടാക്ഷിച്ച് അവരെ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോട് അപേക്ഷിക്കുന്നു. നിത്യപ്രത്യാശയുടെ പ്രകടമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച നിന്റെ പ്രിയപുത്രന്റെ ക്രൂശിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന നിന്റെ അതിശയകരമായ സ്നേഹത്തെക്കുറിച്ചുള്ള ആഴമേറിയ ബോധം ഞങ്ങൾക്ക് നിറവേണമേ. അവന്റെ മഹത്വമുള്ള പുനരുത്ഥാനത്താൽ സമ്പാദിതമായ ഭാവികരമായ പ്രത്യാശയാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. സകലവും നന്നായി ചെയ്യുന്ന നിന്റെ ജ്ഞാനത്തിലും സ്നേഹത്തിലുമുള്ള വിശ്വാസത്താൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നവൻ നീയാകുന്നു, ഞങ്ങൾ നിന്ന് അവയെടുക്കുന്നവൻ നീയാകുന്നു. കർത്താവ് തന്ന കർത്താവ് എടുത്തു, കർത്താവ് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പൂർണ്ണ ഹൃദയത്തോടെ പറയുവാൻ നിന്റെ മക്കൾക്ക് സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള ദൈവമേ, മരണത്തിൽ നിന്നും നിന്റെ സ്നേഹത്തിൽ നിന്നും ആരെയും ഏർപ്പെടുത്തുവാൻ പാടില്ലാത്തതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ക്ഷേമമോ മാലിന്യമോ വാട്ടവും ഇല്ലാത്തതായി സ്വർഗത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന അവകാശത്തെക്കുറിച്ച് ജീവൻ പ്രത്യാശ നിന്റെ മക്കൾ ജനിപ്പിക്കണമേ. ഒരിക്കലും വേർപാടില്ലാത്ത ഞങ്ങളുടെ പിതാവിന്റെ ഭവനത്തിലുള്ള വാസസ്ഥലങ്ങളിലേക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ സാക്ഷാൽ ഭവനമായ സ്വർഗീയ ഭവനത്തിൽ ഞങ്ങളെ വിട്ടുപോയ പ്രിയപ്പെട്ടവരോടുകൂടെ ഞങ്ങളെയും ചേർക്കണമേ. നിന്റെ എല്ലാ വിശുദ്ധന്മാരോടുകൂടെ പാർപ്പാനും പിതാവിനോട് വിശുദ്ധാത്മാവിനോടുകൂടെ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്നവനായ ഞങ്ങളുടെ രക്ഷിതാവും രാജാവുമായ യേശുവേ, നിന്നോടുകൂടെ വാഴുവാനും നിങ്ങളിലേക്ക് തന്നെ ഞങ്ങളെ ചേർത്തുകൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് ഏറ്റവും വിനയമായി അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥപിതാവേ, നിന്റെ വാഴ്ത്തപ്പെട്ട പുത്രനായ യേശുമിശിഹ തന്റെ സ്നേഹിതനായ ലാസറിന്റെ കല്ലറയിൽ കണ്ണുനീരൊഴുക്കിയല്ലോ. ഇപ്പോൾ ദുഃഖത്തിലും സങ്കടത്തിലും ഇരിക്കുന്നവരെ കൃപയോടെ കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ദിവ്യകരുണയാൽ അവനെ ആശ്വസിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്നറിയുവാൻ അവരെ സഹായിക്കണമേ. നിന്റെ തിരുവചനത്തെ ഉറപ്പായി ആശ്രയിക്കുവാൻ അവർക്ക് കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. ബഹുമാനപ്പെട്ട ഈയോമനച്ചൻ ആശ്വാസവാക്കുകൾ അറിയിക്കുന്നതാണ്. കർത്താവിൽ പ്രിയമുള്ളവരെ, പ്രിയ ജോൺ സാറിന്റെ വേർപാട് വളരെ വേദന ഉളവാക്കുന്ന ഒന്നാണ്. വളരെ നാളത്തെ സ്നേഹബന്ധം ഞാനുമായിട്ട് ഇദ്ദേഹത്തിനുണ്ട്. സി കെ പോളച്ചനെയും ജോൺ സാറിനെയും ഒക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. സുദീർഘമായ കാലഘട്ടം തോലശ്ശേരിയിൽ താമസിക്കുകയും അവിടെയുള്ള ബേബിക് സ്കൂളിൽ ചുമതല വഹിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ തന്നെ വളരെ ആത്മാർത്ഥതയോടുകൂടെ തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുന്നതിൽ പ്രത്യേക താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. മാത്രമല്ല, വളരെ പുഞ്ചിരിയോടുകൂടെ എല്ലാവരോടും വളരെ അധികം സ്നേഹത്തോടുകൂടെ അടുത്ത് ഇടപെടുന്ന തുച്ഛമായ ജീവിതത്തിന്റെ ഉടമയാണ് ജോൺസൺ. അദ്ദേഹത്തിന്റെ വേർപാടിൽ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട് എന്റെ കൃത്യമായ ദുഃഖം ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ഈ ലോക ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് നമ്മെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ശ്രേഷ്ഠമായിട്ടൊരു വാക്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ, നല്ലവനും വിശ്വസ്തനുമായ ദാസൻ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും.
ഈ ലോക ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ദൗത്യം എന്തായിരുന്നാലും അവിടെ വിശ്വസ്തയോടുകൂടെ നിലനിന്നാൽ നിത്യസന്തോഷത്തിൽ കർത്താവിനോടൊപ്പം ആ സന്തോഷത്തിൽ പങ്കാളിയായി തീരുവാൻ സാധിക്കും. അതുകൊണ്ട് ആ വലിയ പ്രത്യാശയോടുകൂടിയാണ് പ്രിയ ജോൺസാർ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നത്. അദ്ദേഹത്തിന്റെ വേർപാട് തീർച്ചയായിട്ടും ദുഃഖമാണെങ്കിലും അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്ക് അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠമായ ജീവിതം ഒരു വലിയ വെല്ലുവിളിയായി തീരുകയാണ്. കുടുംബാംഗങ്ങളോട് ഒരിക്കൽ കൂടെ എന്റെ ദുഃഖം അറിയിക്കുന്നു. കർത്താവ് നമ്മളെ സമാശ്വസിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, നീ സ്നേഹത്തോടെ കഴിക്കുന്നതിനും പ്രത്യാശയില്ലാത്തവരെ ദുഃഖിക്കാതിരിക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് അറിയില്ല നമ്മളെ നന്ദിയോടെ ഓർക്കുവാനും നിന്നുള്ള വിശ്വാസത്തോടും ഭയഭക്തിയോടും ഈ ആഴ്ച വിട്ടുപോയ പ്രിയപ്പെട്ടവരോട് ചിന്ത ചേരാമെന്നുള്ള പൂർണ്ണ നിശ്ചയത്തിലിരിക്കുവാനും ഇപ്പോൾ ദുഃഖത്തിലേക്കൊരു മക്കൾക്ക് വിശ്വാസത്തിനെ ധൈര്യത്തിനെ ആത്മാവിനെ നൽകണമെന്ന് യേശു മെസ്സിയ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, കർത്താവേ, നിന്നെ ശ്രമിക്കാൻ ഞങ്ങൾ മുമ്പായി കടന്നുപോയ നിന്റെ എല്ലാ മക്കളോട് നിങ്ങൾക്കുള്ള കരുണിക്കും കൃപയ്ക്കുമായി ഞങ്ങൾ നിന്റെ വലിയ നാമത്തെ പുകഴ്ത്തുന്നു. അവർ നടന്നതുപോലെ നിന്റെ മുമ്പാകെ നീതിയും വിശുദ്ധിയിലും നടന്ന് യാഗോർ നിന്നെ സേവിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നന്ദിയുടെ ഹൃദയം അതിലെത്തരണമെന്ന് കർത്താവായ യേശു മെസ്സിയ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചേർന്നേറ്റ് പറയാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവ് ജീവനോടിരിക്കുന്നവർക്ക് തന്റെ കൃപയും നമ്മെ വിട്ട് കടന്നുപോയ വിശ്വാസികൾക്ക് സ്വസ്ഥതയും സഭയ്ക്കും ലോകത്തിനും സകല മനുഷ്യർക്കും സമാധാനം വഹിക്കൂ. നമുക്ക് തന്നെ സകലദാസന്മാർക്കും നിത്യജീവനം നൽകുമാറാകട്ടെ. നിന്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തമായ ജീവിതത്തിന് അനുഗ്രഹങ്ങളുണ്ടായി എല്ലായ്പ്പോഴും ഞങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ഭവനത്തിലെ ശുശ്രൂഷയൊക്കെ പൂർത്തിയാകുകയാണ്. ദയവായിട്ട് ശരീരം കണ്ട എല്ലാവരും വെളിയിലോട്ട് ഇറങ്ങി നിൽക്കണം. തുടർന്ന് നമ്മൾ ആംബുലൻസിൽ പാരിഷ് ഹോളിലേക്കും ശരീരം കൊണ്ടുവരുന്നതാണ്. ക്രമീകരണങ്ങൾ എല്ലാവരും സഹകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. Lord,